എൻ്റെ മുടി ഈ പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ഡ്രൈ ആയി ഒരു വിധത്തിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബയോട്ടാനിക്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ്. കെരാറ്റിൻ പ്ലസ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് തരുന്നത്. തന്നെ എൻ്റെ മുടി നോക്ക്, ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചെത്തായി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൊടുപുഴയിലുള്ള ക്യൂ പ്രൊഫഷനിലാണ്. നിങ്ങൾക്ക് ഞാൻ ക്യൂ പ്രൊഫഷനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ തന്നെയാണ് വരുന്നത്. എൻ്റെ മുടി ഈ പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ഡ്രൈ ആയി ഒരു വിധത്തിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പം ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഇതൊക്കെ സെറ്റാക്കി തരാം, ഒന്നും പേടിക്കട്ടെ, ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് അതാണ് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബയോട്ടാനിക്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ്. കെരാറ്റിൻ പ്ലസ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് തരുന്നത്. എൻ്റെ മുടി നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുവാണ്, ഒരു വിധത്തിൽ മാനേജ് ചെയ്യാൻ പറ്റില്ലാതെ. അപ്പം കുറച്ച് സ്ട്രെയിറ്റുമായിട്ട് നിൽക്കും, കുറച്ച് സ്മൂത്തുമായിട്ട് നിൽക്കും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മുടിയെല്ലാം വാഷ് ചെയ്ത് അവർ എല്ലാം അതിൻ്റെ അകത്ത് ടാങ്കിൾസ് എല്ലാം റിമൂവ് ചെയ്ത് കറക്റ്റായിട്ട് അത് അവർക്ക് അതിൻ്റെ അകത്ത് ചീപ്പ് ഇറക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ കട്ട് കഴിഞ്ഞു. ഇനി അവർ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്ത് ബയോട്ടാനിക്സിന്റെ ക്രീം അപ്ലൈ ചെയ്യുക. ഈ ക്രീമാട്ടോ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ക്രീം വെച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, കെമിക്കൽ ഫ്രീ ആണ്, വീഗൻ ഫ്രണ്ട്ലി ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഹെയറിന് അധികം ഡാമേജ് ഒന്നും വരുത്താതെ തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രീമിൻ്റെ മുകളിൽ കൂടെ തന്നെ അത് ഡ്രൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ അയൺ ചെയ്യുവാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ അയണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ എൻ്റെ മുടി നോക്ക്, ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചെത്തായി വരുന്നുണ്ട്. ഇനി അയണിങ്ങും കൂടെ ചെയ്ത് വാഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി. പിന്നെ ഇതിൻ്റെ ശരിക്കും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 3 days കഴിഞ്ഞുള്ള വാഷ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വേണ്ട എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്നുള്ളത്. അപ്പം നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മുടെ മുടിക്ക് ഒരു കിടിലൻ ലുക്ക് കിട്ടുവാണെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. അങ്ങനെ 1.5 മണിക്കൂർ പണിപ്പെട്ട് തന്നെ എൻ്റെ മുടി നമ്മുടെ ക്രീമോട് കൂടി അവർ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ സാധാരണ നമ്മൾ സ്മൂത്തിങ് ക്രീമിൻ്റെ ആ കട്ടിക്കണ മണമോ തലവേദനയൊന്നും എടുക്കുന്നില്ല കേട്ടോ, സ്മൂത്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്താൽ നമ്മുടെ ഓൾ പ്രൊസീജിയർ ഫിനിഷായി. അങ്ങനെ നമ്മൾ ബയോട്ടാനിക്സ് ചെയ്ത് മുടി അടിപൊളിയാക്കുക എന്നുള്ള ഇനി ഒരു 1/2 മണിക്കൂറും കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും കണ്ടിട്ട് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ക്യൂ പ്രൊഫഷൻസിലാണ്. ഇതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം തൊടുപുഴയിൽ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് CKADSും KFC ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രൂട്ട് ബേയുടെ തൊട്ടു മുകളിലായിട്ടാണ് ക്യൂ പ്രൊഫഷൻ. പേര് ഒന്നുകൂടി ഓർത്ത് വെച്ചോ, ക്യൂ പ്രൊഫഷൻ. അതുപോലെ എൻ്റെ പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ പ്ലസ്.